ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി സുഭാഷിനെ തേടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ പോയി ചോദിക്കുകയാണ്. സുഭാഷ് ജോലി ചെയ്ത സ്ഥലത്ത്, പച്ചക്കറി കടയിൽ, സുഭാഷ് ഇരിക്കുന്ന സ്ഥലത്ത്, അങ്ങനെ എല്ലാവരോടും പാഞ്ഞുമായി നടന്ന് സുധീഷിനും അതേപോലെ തന്നെ ഹരീഷിനും ഒക്കെ ഭയങ്കര ടെൻഷൻ. എൻ്റെ കൂടെ നികേഷും ഉണ്ട്. നിധി മാത്രം വീട്ടിലിരുന്ന് നിൽക്കുകയാണ്. അപ്പം അച്ഛനും സൈക്കിളിൽ പോയി ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എവിടെ സുഭാഷിനെ കണ്ടോ, നിങ്ങൾ സുഭാഷ് ഇവിടെ വന്നായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലല്ലോ, സുഭാഷ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതെന്താ, ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നു സാധനങ്ങളൊന്നും മേടിക്കാൻ വേണ്ടി വരാതിരുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റി സുഭാഷിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇങ്ങോട്ട് വന്നോന്നറിയാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും പുറപ്പെടുകയാണ്. എൻ്റെ ദൈവം, ഇനി എവിടെ പോയി തപ്പാനാണ്, ഒരു ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അവസാനം സുധീഷ് നേരെ ബായിയെ കാണുകയാണ്. അപ്പോൾ ബായിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ വിളിച്ചായിരുന്നു ബായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലല്ലോ, സുഭാഷ് ഏട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ, എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല, സുഭാഷ് ഏട്ടനെ കാണാനില്ല, സുഭാഷ് ഏട്ടൻ എവിടെ പോയെന്ന് പോലും അറിയില്ല, ബായിക്ക് എന്തെങ്കിലും അറിയാവുമെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അല്ല, ചിലപ്പോൾ സൈറ്റിൽ വല്ലയിടത്തും ഉണ്ടാകും, അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഇല്ല, ഞങ്ങൾ സൈറ്റിലൊക്കെ പോയി നോക്കിയായിരുന്നു, സുഭാഷ് ഏട്ടൻ പോകുന്ന സ്ഥലത്തൊക്കെ നോക്കിയായിരുന്നല്ലോ, ഭായിയെ വിളിക്കുകയും ചെയ്തോ, ഭായി അങ്ങോട്ട് വിളിച്ചു, ഞാൻ വിളിച്ചില്ല, എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ, ഞാൻ എപ്പോഴും ഒന്ന് സുഭാഷ് ഏട്ടനെ വിളിക്കാറില്ല, ഞാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. തീർച്ചയായിട്ടും പറയണേ ഭായി, എൻ്റെ ഏട്ടനെ കാണാത്തതുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ ഭായി. തീർച്ചയായിട്ടും നിങ്ങൾ സങ്കടപ്പെടാതിരിക്കൂ, എവിടെയാണെങ്കിലും കണ്ടു കിട്ടിയാൽ ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് പോവുകയാണ്. സുഭാഷ് പോയി, നിധിയാണെങ്കിൽ ഇവരെല്ലാം കാത്തോണ്ട് നിൽക്കുക. അപ്പോൾ സുഭാഷ് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിധി ചോദിക്കുകയാണ്, എന്തായി സുധീഷേ, എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു വിവരമില്ല, അന്വേഷിക്കേണ്ടടുത്ത് മുഴുവൻ അന്വേഷിച്ചു. അങ്ങനെ നികേഷ് കയറി വരികയാണ്, അതേപോലെ തന്നെ ഹരീഷും കയറി വരികയാണ്. അവരോടൊക്കെ ചോദിച്ചിട്ടും അവർക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്നിട്ട് നമ്മുടെ നികേഷിനാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. പക്ഷെ ഒരു കണ്ണീര് പോലും നികേഷിൻ്റെ കണ്ണിൽ നിന്ന് വരുന്നുമില്ല. നികേഷ് ആകെ ദേഷ്യം കൊണ്ട് കൈയൊക്കെ പിടിച്ച് ടേബിളിലൊക്കെ പിടിച്ച് ഇടിക്കുകയാണ്. അപ്പോൾ നികേഷിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. എടാ മോനെ നികേഷേ, നീ പേടിക്കണ്ടടാ, ഉറപ്പായിട്ട് സുഭാഷ് ഏട്ടൻ വരുവടാ, നമ്മളെന്ന് ഉപേക്ഷിച്ച് സുഭാഷ് ഏട്ടന് പോകാനായിട്ട് കഴിയില്ലടാ, ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ അച്ഛനും എത്തുകയാണ്. അപ്പോൾ അച്ഛനും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചോദിക്കുകയാണ്, എന്തായി, വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല, വിവരമില്ല, എൻ്റെ ദൈവമേ, ഒരു ജോത്സ്യം പറയുന്നത് കേട്ടിട്ട് ഇവനിത് എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക, ഒരു പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ആരെങ്കിലോടൊപ്പം ഒളിച്ചോടി പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഇതിപ്പോൾ ആണായി പോയില്ലേ, ഇനി എവിടെ പോയി ഒന്ന് അന്വേഷിക്കും, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇവരിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷന് കൂടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നിധി എടുത്ത് വായിക്ക് നിധി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താലോ എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയണേ, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനോ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്നേ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താലേ രക്ഷയുള്ളൂ, അല്ലാതെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്, പോലീസുകാർ കണ്ടെത്തട്ടെ, നമ്മൾ അന്വേഷിക്കുന്നത് പോലെ അല്ലല്ലോ. പോലീസുകാരുടെ അടുത്ത് ഒരു പരാതി കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലായിടത്തും അന്വേഷിക്കും, അപ്പോൾ നമുക്കൊരു വിവരം കിട്ടുമല്ലോ എന്ന് പറയാം. അങ്ങനെ നിധി പറഞ്ഞതുപോലെ തന്നെ നിധിയും അതേപോലെ തന്നെ സുധീഷും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ അടുത്ത പരിപാടി, ഇനി എന്തെങ്കിലും കേസായിട്ട് വന്നിരിക്കുകയാണോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാർ, ഞങ്ങളൊരു പരാതി തരാൻ വേണ്ടി വന്നതാണ്. എന്താ പരാതി? സാർ, ഞങ്ങളുടെ ചേട്ടനെ കാണാനില്ല സാർ, ചേട്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം സാർ എന്ന് പറയുമ്പോൾ ചേട്ടനെ കാണാനില്ലേ? ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സുധീഷ് പറയാണ്, എൻ്റെ ചേട്ടനാണ്. ആ മേസ്ത്രിക്കാരനല്ലേ? അതെ സാർ, മേസ്ത്രിയാണെന്ന് പറയാണ്. എപ്പോൾ മുതലാണ് കാണാതായത്? ഇന്ന് രാവിലെ മുതലാണ് കാണാതെ ആയത്. അല്ല, എന്താണാവോ കാരണം? സാർ, ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത് സാർ. ലെറ്ററോ? എന്നിട്ട് ആ ലെറ്റർ എവിടെ? അങ്ങനെ ആ ലെറ്റർ കാണിച്ചു കൊടുക്കുക. ലെറ്റർ കാണിച്ചു കൊടുത്ത പോലീസുകാരൻ ഈ ലെറ്റർ വായിച്ചു നോക്കുകയാണ്. ലെറ്റർ വായിച്ചു നോക്കിയപ്പോഴേക്കും അപ്പോൾ അതാണ് പ്രശ്നങ്ങൾ. അല്ല, എന്താണ് നിങ്ങളുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ? അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ ഒരു ജ്യോത്സ്യം വന്നെന്നും അങ്ങനെ ജ്യോത്സ്യൻ സുഭാഷ് ഏട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ പോലീസുകാരോട് പറയാണ്. കൊള്ളാം. അപ്പോൾ ഒരു ജ്യോത്സ്യനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ചേട്ടനെ തകർത്തു അല്ലേ? ആ പാവത്തിന് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടല്ലേ? നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? ഇതൊക്കെ വല്ലതും വിശ്വസിക്കാനായിട്ട് പാടുണ്ടോ? ഒരു ജ്യോത്സ്യനെ കൊണ്ടുവരിക, എന്നിട്ട് മറ്റുള്ളവരെ ജാതകം നോക്കുക, ഇതൊക്കെ ജ്യോത്സ്യനാണോ നിശ്ചയിക്കേണ്ടത്? നിങ്ങളൊക്കെ എവിടെ ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുറകെ എന്ന് ഒരു പോലീസുകാരൻ പറയാണ്, സാറേ, ഇത് 90% ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് സാറേ, ഇപ്പോൾ പുതിയൊരു ആപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്,
സിനിമാ നടികളൊക്കെ വന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതിയെന്ന്. നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മൾ ഭർത്താവിനോടൊപ്പം ജീവിക്കോ, നമ്മൾ എങ്ങനെ മരിക്കും എന്ന് വരെ സകല ഡീറ്റെയിൽസും അവർ പറയുമെന്നാ ആ സിനിമാ നടികളൊക്കെ വന്ന് പറയുന്നത്. അയ്യോ, കാശിന് വേണ്ടി സിനിമാ നടികൾ നടന്മാരൊക്കെ അങ്ങനെ പറഞ്ഞെന്നിരിക്കും എന്ന് വിചാരിച്ച് നമ്മളതെല്ലാം വിശ്വസിക്കാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് കുട്ടികളെ? നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലേ? ഇപ്പോൾ എന്തുണ്ടായി? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ചേട്ടൻ വീട് വിട്ട് പോയില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ ചേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം സാർ എന്നപ്പോൾ സുധീഷ് പറയാണ്. അല്ല, ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം മാത്രമേ പറഞ്ഞുള്ളൂ. ആൾക്കാരുടെ മനസ്സിൽ എന്തൊക്കെയാണ് വിചാരങ്ങൾ വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. ഒരു ജ്യോത്സ്യവും മണ്ണാങ്കട്ടയും കുടുംബം തകർക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിക്കോളും എന്ന് പറയാം. ശരി, നിങ്ങൾ ആ ഫോട്ടോ ഒരു പരാതിയും എഴുതി കൊടുക്കണം, എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ പോയി നമ്മുടെ സുധീഷിനോട് പുറത്തിരിക്കാനായിട്ട് പറയുകയാണ് നിധി. ഞാൻ ഏതായാലും പരാതി എഴുതി കൊടുത്തോളാം. സുധീഷ് പോയി പുറത്തിരുന്നു. അങ്ങനെ നിധി പരാതി എഴുതി കൊടുക്കുക. പക്ഷേ സുധീഷ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. നിധി ആശ്വസിപ്പിക്കാനായിട്ട് പോവുകയാണ്. സുധീഷ് കരയല്ലേ സുധീഷേ, സുഭാഷ് ചേട്ടൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താന്നേ. നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ കരയല്ലേ സുധീഷേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. നിധി എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെയും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ സുഭാഷ് ചേട്ടൻ എനിക്ക് കണ്ടെത്തണം നിധി, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, വാ നമുക്ക് ഇറങ്ങാം, സുഭാഷ് ചേട്ടനെ തേടി നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ് കംപ്ലൈൻറ്റ് കൊടുത്തോ? കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ പോലീസുകാർ ഇങ്ങനെയാണ് പറയുന്നത്. അവരങ്ങനെ പറയുള്ളൂ. എനിക്കറിയാമായിരുന്നു അവരങ്ങനെ പറയുള്ളൂ. ഈ പോലീസുകാരൊക്കെ നമ്മളുടെ ആത്മാർത്ഥത പോലും അവർ കാണിക്കുകയൊന്നുമില്ല. അവർക്കൊരു പരാതി കിട്ടി അവർ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ ചെയ്യും, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിതിന് മുൻകൈ എടുത്തിറങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കില്ല, എൻ്റെ സുഭാഷ് ചേട്ടനെ കണ്ടെത്തുന്ന വരെ ഞാൻ മുന്നിട്ടിറങ്ങിയേ മതിയാവുള്ളൂ, ഞാൻ പോവാണ്. എടാ ഹരീഷ് അവിടെ നിൽക്കടാ, എന്ന് നിൽക്കുക, ഞാൻ നിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് ഹരീഷ് ഒറ്റ പോക്കാണ്. അപ്പോൾ സുധീഷിനാണെങ്കിൽ ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. അപ്പോൾ നിധിയോട് പറയണം, നിധി നീ ഇവിടെ നിന്നോ, എനിക്ക് എൻ്റെ ഏട്ടനെ കണ്ടെത്താതെ ഒരു മനസ്സമാധാനമില്ല, എനിക്ക് എൻ്റെ ഏട്ടനെ കണ്ടെത്തണം, എൻ്റെ ഏട്ടനില്ലെങ്കിൽ എൻ്റെ വീട് ഉറങ്ങിപ്പോയതുപോലെ എനിക്ക് പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാണെന്ന് പോലും വിചാരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദാ വരുന്നടാ സുനന്ദയുടെ അമ്മയും അമ്മാവനും കൂടി വരികയാണ്. ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ഛനത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അച്ഛനൊന്നും മിണ്ടാനും നിന്നില്ല. അപ്പോൾ സുധീഷ് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുക എന്ന് അമ്മാവൻ പറയാം. അങ്ങനെ എല്ലാം കൂടി നിധി കസാരയൊക്കെ ഇട്ട് കൊടുത്ത് അവരങ്ങനെ ഇരിക്കുകയാണ്. എന്തായി മക്കളെ, ഞങ്ങളൊരു വാർത്ത കേട്ടായിരുന്നല്ലോ, അതെല്ലാം സത്യമാണോ? സുഭാഷ് എവിടെ പോയെന്നാണ് പറയുന്നത്? അറിയില്ല. എങ്ങോട്ട് പോയി എന്ന് പോയെങ്കിലും അറിയില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം. ഇങ്ങനൊരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കുകയാണ് ഈ അമ്മാവന്. അപ്പോൾ അമ്മാവൻ ലെറ്ററെല്ലാം വായിച്ചു നോക്കുക. എൻ്റെ ദൈവം, ഇത് എന്തൊരു കഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള കാരണം അത് പിന്നെ ജാതകത്തിൻ്റെ പേരും പറഞ്ഞ ജ്യോത്സ്യം വന്നായിരുന്നു. സുഭാഷ് ഏട്ടൻ്റെ ജാതകം കൊടുത്തു. ആ ജാതകം നോക്കിയിട്ട് പറയാം സുഭാഷ് ഏട്ടന് ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കഷ്ടകാലം, നല്ലത് നടക്കാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ മനനൊന്ത് സുഭാഷ് ഏട്ടൻ ഇറങ്ങിപ്പോയതാണെന്ന് നിധി പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവനാണെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ വീടൊന്നും വേണ്ട, വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ വേറെ വല്ലയിടത്തും പോയി താമസിക്കാൻ, ഈ വീട് ഭയങ്കര കഷ്ടകാലമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്? നിങ്ങളത് വല്ലതും പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല, അതൊന്നും കേൾക്കാതെ നിന്നല്ലേ. ഇത് കേട്ടാ പുറത്തിരുന്ന് അച്ഛന് ഭയങ്കരമായിട്ട് അരിശ്യം വരിക. അപ്പം അച്ഛൻ നേരെ അങ്ങോട്ട് കയറി വന്നിട്ട് എവിടെടാ എൻ്റെ സുഭാഷ് മോൻ എവിടെയെന്നാ ചോദിച്ചത്. എന്നിട്ടപ്പോഴേക്കും ചേട്ടാ ഇത് കണ്ടു കേട്ടോ ഈ പറയുന്നത്. കൊള്ളാം, ഞാൻ എന്ത് പറഞ്ഞു നിന്നോട്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വായ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? നിനക്കറിയുന്നില്ല നിർബന്ധം. സുഭാഷ് എവിടെ പോയെന്ന് അറിയാതൊരു മനസ്സമാധാനമില്ല, നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെയല്ലേ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇപ്പം എന്തായി പറയുന്നത് കേട്ടില്ലേ? എടാ നീ കൂടുതൽ വാചകമൊന്നും അടിക്കാൻ നിൽക്കണ്ട. എൻ്റെ മോനോട് ഏറ്റവും കലിപ്പുള്ള നിനക്കാണ്. എൻ്റെ മോനെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂടാ, നിനക്ക് ഈ വീടൊക്കെ കിട്ടാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് സുധീഷും ബാക്കിയുള്ളവരൊക്കെ തലയെ കൈവെക്കുന്നത് എന്തൊരു കഷ്ടമാണെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഈ സുനന്ദയുടെ അമ്മ പറയുകയാണ്, ഈ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു സ്വഭാവക്കാരൻ അത് സുഭാഷാണ്. അതുകൊണ്ട് സുഭാഷിനെ കാണാതായെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതുകൊണ്ട് ഇവിടെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. ഏതായാലും നിങ്ങളിപ്പം വിഷമിക്കേണ്ട മക്കളെ, സുഭാഷ് ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം നിങ്ങളില്ലാതെ സുഭാഷിന് ജീവിക്കാനായിട്ട് പറ്റില്ല. നിങ്ങളല്ലേ സുഭാഷിൻ്റെ എല്ലാം. അപ്പോൾ പിന്നെ സുഭാഷ് നിങ്ങളെ കാണാതെ ജീവിക്കാനായിട്ട് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. അങ്ങനെ ഒന്ന് രാത്രിയാകും. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ്
ആകെ ടെൻഷനിൽ എല്ലാവരും ടെൻഷൻ നിൽക്കുക. പക്ഷെ നികേഷ് കരഞ്ഞിട്ട് പോലുമില്ല. നികേഷിൻ്റെ ആ ഒരു രീതി കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് നിധിക്ക് പേടിയാവുക. നിധി നേരെ സുധീഷിനോട് എന്ന് പറയുകയാണ്, അതെ സുധീഷേ, നികേഷിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം നികേഷ് കരയുന്നത് പോലുമില്ല. ഒന്ന് കരഞ്ഞെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ നികേഷ് ഇതുവരെയായിട്ടും കരഞ്ഞിട്ട് പോലുമില്ല. അവൻ്റെ ആ ഒരു രീതി കണ്ടിട്ട് ആകെ പേടി തോന്നുന്നു. പോയ ഹരീഷും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, എനിക്കാകെ പേടി തോന്നുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.